ഇന്ത്യൻ സിനിമയെ വിലയിരുത്തി 10-30 ചില്ലുവാനം ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള സിനിമകളെ അവലോകനം ചെയ്ത് ഇവിടെ എത്ര പേർക്ക് ഇതറിയാം എന്ന് എനിക്കറിയില്ല. ശബന ആസ്മി എന്ന് പറയുന്ന നടി ഇന്നും അഭിനയ ലോകത്തെ ഒരു പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഒരു രോമാഞ്ചമാണ്. ആ നടന വൈഭവത്തെ കടത്തിവെട്ടിക്കൊണ്ടാണ് സുരഭി ഇന്ന് ഈ അവാർഡിന്, നാഷണൽ അവാർഡിന് ഉർവശി പട്ടത്തിന് അർഹയായിരിക്കുന്നത് എന്നതാണ് ഈ വിജയത്തിന് അല്ലെങ്കിൽ നേട്ടത്തിന് ആക്കം കൂട്ടുന്നത്. സുരഭി എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുജത്തിയാണ്. സുരഭിയുടെ ആദ്യത്തെ സിനിമ തന്നെയായിരുന്നു അതല്ലേ, 3ാമത്തെ സിനിമ കാഞ്ചീപുരത്തെ കല്യാണം. ആ സിനിമയിൽ മറ്റൊരു നടി വന്ന് അഭിനയിച്ചു തുടങ്ങി. അതിനെ തുടരാൻ സാധിക്കാത്ത അവസ്ഥയിൽ സുരഭി വന്ന് എൻ്റെ അനിയത്തിയായി ചാർജ് എടുക്കുകയായിരുന്നു ആ സിനിമയിൽ. അന്നും ആ സിനിമയിൽ സുരഭിക്ക് എന്താണ് ആ കഥാപാത്രത്തിന് നൽകാൻ ഉണ്ടായിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ കഥാപാത്രത്തിന് സുരഭിയുടെ ഭാവവും സുരഭിയുടെ ഒരു വ്യാഖ്യാനവും ആ കഥാപാത്രത്തിന് അന്ന് നൽകിയത്. മുകേഷിൻ്റെ ഭാര്യയായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അന്നൊരു പക്ഷേ വളരെ സ്വകാര്യമായ ഒരുപാട് വിഷമങ്ങൾ സുരഭി ഒരുപക്ഷെ മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുള്ള ഏക വ്യക്തിയും ആ സെറ്റിൽ ഞാനായിരുന്നു. പക്ഷെ അതിനൊന്നും നമുക്കൊരുപക്ഷെ അന്ന് പരിഹാരം കാണാനുള്ള ചുറ്റുപാട് സിനിമയിലില്ല. ഇന്ന് പല നടികളും അങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്ത് തുറന്നു പറയുന്ന ഒരവസ്ഥയും ഉണ്ടായിരിക്കുന്നു. എന്തു തന്നെയായാലും സിനിമയിൽ ഒരു സ്ത്രീ പ്രവർത്തകയുടെ ജീവിതമെന്ന് പറയുന്നത് ഒരുപാട് എതിരൊലികളെ തരണം ചെയ്തു. ഒരുപക്ഷെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് ഇന്നും ഒരു പൂർണ്ണതയുള്ള മേഖലയാണോ കലാലോകം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വർക്കിംഗ് ആൻഡ് ലിവിങ് എഗൻസ്റ്റ് ഓൾ ഓഡ്സ് എന്ന് പറയുന്നത് കലാലോകത്ത് ഇന്നും നിലവിലുണ്ട്. അത് തരണം ചെയ്ത് ഒരു സൂപ്പർ താരത്തിൻ്റെയും പിന്തുണയില്ലാതെ, ഒരു സൂപ്പർ താരത്തിൻ്റെയും സൂപ്പർ നടീ നടന്മാരുടെ സാന്നിധ്യമുള്ള സിനിമയുടെ ഭാഗമാകാതെ വേറിട്ട കാഴ്ചപ്പാടുള്ള ഒരു സിനിമാ സങ്കല്പത്തിലൂടെ ഭാരതത്തിലെ ഏറ്റവും വലിയ നടിയായി ഉയർന്നിരിക്കുന്ന സുരഭി എന്നത് നരിക്കുനിക്കാർക്കും കോഴിക്കോട്ടുകാർക്കും അഭിമാനമെന്ന് പറഞ്ഞ് ഞാൻ ഒതുക്കുന്നില്ല. ഇത് നിങ്ങളുടെ നെറുകയിലെ തിലകമാണ് സുരഭി എന്ന് മാത്രം ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. ജീവിതത്തിലും ഈ സുരഭിലത ഇനിയും ഒരുപാട് ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് വർഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂസക്കാൻ്റെ ബീവിയെ എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഇഷ്ടമാണ്. മൂസക്കായും മോശമല്ല കേട്ടോ, മൂസക്കായി എന്നല്ലേ പറയുന്നത് ഈ കൊച്ച്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിലും കോവൂരിനെ വിളിക്കുന്നതും സുരഭിയെ വിളിക്കുന്നതും ഒക്കെ മൂസക്കായി എന്ന് തന്നെയാണ്. ആ കുടുംബത്തിലെ മക്കളായ ആ പെൺകുട്ടിയെയും ആ ചെക്കനെയും, ഇങ്ങനൊരു കുറുമ്പൻ ചെക്കന് നമുക്ക് ലോകത്തെവിടെയും കാണാനൊക്കത്തില്ല. വക്രത്തിൻ്റെ പാരമ്യതയാണ് ആ ചെക്കൻ. ആ ചെക്കൻ്റെ പേരെനിക്കറിയില്ല, അതുൽ. ആ പെണ്ണ് ഒരു കൊനഷ്ട പെണ്ണാണ്. അപ്പോൾ ഒരു ശരാശരി മലയാളി മിഡിൽ ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യപ്പറ്റുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു കണികയാണ് നമുക്ക് മൂസക്കായിൻ്റെ കുടുംബത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സുരഭി അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് MIT മൂസയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വഴിയെ സഞ്ചരിക്കുകയാണെങ്കിൽ, അതാണ് ബാലപാഠമെങ്കിൽ, സുരഭിക്ക് ഇതിലും വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു സ്രോതസ് സിനിമാ രംഗത്തുണ്ട്, കലാരംഗത്തുണ്ട്. ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട്ടുകാർക്ക് ഒരിക്കൽ കൂടി എന്നെ ഓർത്തതിനും എന്നെ ക്ഷണിച്ചതിനും എന്നെ ഈ സ്റ്റേജിൽ അക്കോമഡേറ്റ് ചെയ്തതിനും ചന്ദ്രേട്ടൻ, ഗംഗേട്ടൻ, ശ്രീ അബു,
ഔസേബ് ജി, എല്ലാവർക്കും ഒരുപാട് സ്നേഹം കൈമാറുന്നു. നന്ദി, നമസ്കാരം.